നമസ്കാരം, ഞാൻ ബാസ്മി കുറ്റിച്ചിറ. ഞാൻ ഒരു ട്രാഫിക് അപ്ഡേറ്റ് പറയാം, മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലാക്കാം. ഈ വണ്ടി തിരിക്കണുണ്ടല്ലേ, ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു കറക്റ്റായ ഇത്. ഇങ്ങനെയാണ് വണ്ടി നമ്മൾ യൂ ടേൺ അടിക്കേണ്ടത്. അതും ഇത് ഡിഫറൻസ് കണ്ടില്ലേ? ഇത് ഒരു തെറ്റായ രീതിയാണ്. കാരണം നമ്മളെ ഫ്ലൈഓവറിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ നമ്മൾ യൂ ടേൺ അടിക്കുമ്പോൾ ആ ഫ്ലൈഓവർ ഇറങ്ങി വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ തെറ്റായ രീതി. അങ്ങോട്ടേക്ക് കൂട്ടിയിടിക്കാൻ സാധ്യത ഉള്ളതാണ്. ഈ കാറ് കുറച്ചും കൂടി ഫ്രണ്ടിലൊക്കെ ആക്കി ബാക്ക് അടിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് വരുന്നത്. ഈ കാറ് കുറച്ചും കൂടി ഫ്രണ്ടിലൊക്കെ ആക്കി എടുത്തില്ലെങ്കിൽ നമുക്ക് മാതിരി തിരിക്കുക. അത് റിവേഴ്സ് ഗിയർ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം വണ്ടി ഓടിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ ഈ ഫ്ലൈഓവറിൻ്റെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് എടുത്തുകൊണ്ട് തിരിക്കുമ്പോൾ അപകടങ്ങൾ സാധ്യത ഇല്ലാതാക്കാൻ ഒരുപാട് നമ്മളെ വണ്ടി ഓടിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഭയങ്കര തെറ്റായ രീതി. അതൊക്കെ ആ ഫ്ലൈഓവർ ഇറങ്ങി വരുമ്പോൾ ആ ഇറക്കത്തിലാണ് വരുന്നത്. വണ്ടി ചിലപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. അവിടെ നിന്ന് വരുമ്പോൾ കുറച്ചും കൂടി സ്പീഡ് കൂടും. ഈ വണ്ടിക്കാരനെ കണ്ടില്ല, വളരെ ശ്രദ്ധയോടാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക വണ്ടി ഓടിക്കുമ്പോൾ. ഓക്കെ, ഈ വീഡിയോസ് എടുക്കാൻ കാരണം ഒരുപാട് വണ്ടി ഓടിക്കുമ്പോൾ തെറ്റായ രീതിയിലാണ് ഒരുപാട് ആൾക്കാർ വണ്ടി ഓടിക്കുന്നത്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഈ ഒരു ഫ്ലൈഓവർ ഇറങ്ങി വരുമ്പോൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് എടുത്ത് നമ്മൾ യൂ ടേൺ അടിക്കുമ്പോൾ അത് സിമ്പിളായിട്ടും നമുക്ക് വിഷ്വൽ നല്ല രീതിയിൽ കാണാൻ പറ്റും. ആ എതിർവശത്ത് വരുന്ന വണ്ടികളൊക്കെ അതേമാതിരി ആ വിഷ്വൽ കണ്ടില്ലേ, ആ വണ്ടി ആ കാറ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് എടുത്ത് കണ്ട് അത് യൂ ടേൺ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് റിവേഴ്സ് ഗിയർ ഇടേണ്ട ഒരു ആവശ്യത വരുന്നില്ല. അതേമാതിരി നമ്മളെ ഫ്രണ്ടിൽ വരുന്ന വണ്ടി അത് എത്ര സ്പീഡിൽ വെച്ചാലും അത് നമുക്ക് ആ വിഷ്വലിൽ നമുക്ക് കാണാൻ പറ്റും. അതേ ടൈമിൽ നമ്മൾ ആ യൂ ടേൺ ആ ഫ്ലൈഓവറിനെ തൊട്ടടുത്ത് തന്നെ തിരിക്കുമ്പോൾ വരുന്ന വണ്ടിക്കാരൻ ഏത് ലെവലിലാണ് വരുന്നത് നമുക്ക് വിഷ്വൽ പോയിട്ട് ഒന്നും കാണാൻ കഴിയില്ല. ആക്സിഡൻ്റ് ആവാൻ 100-ൽ 95% കൺഫേമാണ്. അപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒക്കെ വളരെ ശ്രദ്ധയിൽ വണ്ടി ഓടിക്കുക. ഈ വീഡിയോസ് ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്. ഇത് അവരറിയാതെ എടുത്ത വീഡിയോസാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു ആക്ഷൻ എടുക്കുക അങ്ങനത്തെ ഒന്നുമില്ല. ഇതൊരു അപ്ഡേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്, അപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ വീഡിയോസിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. കാരണം ഇത് ക്യാമറ സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ഒരു ക്യാമറ വേറെ ഒരാളെ കൊണ്ട് പിടിച്ച് ഉണ്ടാക്കിയ ഒരു വീഡിയോസ് അല്ല, ലൈവ് വീഡിയോസ്. അതിനായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. നല്ല രീതിയിൽ വണ്ടി ഓടിക്കുക. ജീവന് എപ്പോഴും സുരക്ഷത ഉറപ്പുവരുത്തുക. ഓക്കെ, നല്ല നമസ്കാരം.